ഹായ് ഓൾ, ഹാർട്ട് ഓഫ് സോഷ്യൽ വർക്ക് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോഷ്യൽ വർക്ക് എന്നത് ഡിഗ്രി PG കോഴ്സുകളായി വളരെ നാളായി നമ്മൾക്കിടയിലുണ്ട്. സോഷ്യൽ വർക്കർ ആകുവാനായി ഈ കോഴ്സുകൾ എടുക്കുന്ന നിരവധി വിദ്യാർത്ഥികളും നമ്മൾക്കിടയിലുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് ഈ ചാനൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റേതെങ്കിലും ലെസൺസ് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും കമൻറ്റിൽ പറയണേ. ഇന്ന് നമ്മുടെ വീഡിയോ സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. സോഷ്യൽ വർക്ക് എന്നാൽ എന്ത്? സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനാണ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വ്യക്തികളെയും കുടുംബങ്ങളെയും ഗ്രൂപ്പുകളെയും കമ്മ്യൂണിറ്റികളെയും ഒക്കെയാണ്. അത്യധികമായി ലക്ഷ്യം അവരുടെ കഴിവുകൾ ഉയർത്തുകയും അവരുടെ തന്നെ വിഭവങ്ങൾ, അതായത് റിസോഴ്സസ് ഉപയോഗിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ്. സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ കൺസേൺ വിത്ത് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് to develop their skills and use their resources to resolve their problems. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് എന്നത് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ കമ്മ്യൂണിറ്റികളെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? അവരുടെ സോഷ്യൽ ഫങ്ഷനിങ്, അതായത് സാമൂഹിക ജീവിതവും അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള അവരുടെ ലിവിങ് കണ്ടീഷനും മെച്ചപ്പെടുത്തുകയും ഉയർച്ചയും ലക്ഷ്യം വെച്ചാണ് സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ വർക്കിനെ കുറിച്ച് നോക്കിക്കാണുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് തൻ്റെ സ്കിൽസും അവരുടെ സയൻറ്റിഫിക് നോളജും ഉപയോഗിച്ച് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും കമ്മ്യൂണിറ്റികളുടെയും ഒപ്പം വർക്ക് ചെയ്യുകയും ആ വർക്ക് ചെയ്തതുവഴി അവർക്ക് സാമൂഹിക നീതിയും സേവനവും ക്ഷേമവും സാമൂഹിക നയങ്ങളും സാമൂഹിക പ്രതിരോധവും അതുപോലെ സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്യും. IFSW ജനറൽ മീറ്റിങ്ങിലും അതുപോലെ തന്നെ IASSW ജനറൽ മീറ്റിങ്ങിലും സോഷ്യൽ വർക്കിനെ അപ്രൂവ് ചെയ്തു വന്ന ഒരു ഡെഫിനിഷനാണിത്. സോഷ്യൽ വർക്ക് ഈസ് എ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആൻഡ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ that promotes social change and development, social cohesion and the empowerment and liberation of people. ഇതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് നോക്കുന്നത് അക്കാഡമിക് ഡിസിപ്ലിനായി മാത്രമല്ല ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനും കൂടിയാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൽ അത്യധികമായി നോക്കുന്നത് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ സോഷ്യൽ കൊഹഷനാണ്, ആളുകളുടെ ഉന്നമനമാണ്, അതുപോലെ തന്നെ ആളുകളുടെ ലിബറേഷനുമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി and respect for diversities are central to social work. മറ്റൊരു ഡെഫിനിഷനിൽ ഫ്രീഡ്ലാൻഡർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർവീസാണ്. സയൻറ്റിഫിക് നോളജും ആൻഡ് സ്കിൽസും അത്യധികമാണ്. നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഒന്നുകിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സഹായിക്കുകയും അതുവഴി അവർക്ക് സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും ഇൻഡിപെൻഡൻസും ലഭ്യമാക്കുകയുമാണ് ചെയ്യുന്നത്. Social work is a professional service based on scientific knowledge and skills in human relations, which assist individuals alone or in groups to obtain social and personal satisfaction and independence. അടുത്തതായി നമുക്ക് സോഷ്യൽ വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യൽ വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായും പറയുന്നത് ആളുകൾക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യുകയും അവരുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുകയും അതുവഴി അവരുടെ കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ ഒബ്ജക്റ്റീവായി പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ മാനുഷിക അവകാശങ്ങളും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സോഷ്യൽ വർക്കിന് 8 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ആദ്യമായി പ്രൊവൈഡ് സോഷ്യോ ലീഗൽ സപ്പോർട്ട്, സാമൂഹ്യപരവും നിയമപരവുമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായി ഫുൾഫിൽ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, മാനുഷികമായ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അവർക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക, ലഭ്യമാക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്.
മൂന്നാമതായി പറയുന്നത് മേക്കിംഗ് പീപ്പിൾ സെൽഫ് സഫിഷ്യൻറ്റ്, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് വ്യക്തികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. നാലാമത്തത് കോൺഷ്യൻറ്റൈസ് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിനെ ബോധവൽക്കരിക്കുക. എന്ത് കാര്യമായാലും ഒത്തൊരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ബോധം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ്. സ്ട്രെങ്തൻ ഹാർമോണിയസ് റിലേഷൻ, ആളുകൾ തമ്മിലുള്ള റിലേഷൻ, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. എൻഹാൻസ് സെൽഫ് എസ്റ്റീം, സ്വന്തം കഴിവുകളെക്കുറിച്ച്, സ്വന്തം വാല്യൂസിനെ കുറിച്ചിട്ടുള്ള ബോധം ആളുകൾക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായി പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്, സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെ അവകാശങ്ങൾ ഉണ്ടെന്നും അതെല്ലാം ഉറപ്പുവരുത്തുകയും അവർക്ക് നീതി ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. സൊല്യൂഷൻ ടു സൈക്കോ സോഷ്യൽ പ്രോബ്ലം, ആളുകൾ അനുഭവിക്കുന്ന മാനസികമായിട്ടോ സാമൂഹികപരമായിട്ടോ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായി പറയുന്നത്. ഫ്രെഡ്ലാൻഡ് സോഷ്യൽ വർക്കിൻ്റെ 3 ഒബ്ജക്റ്റീവാണ് നൽകിയിട്ടുള്ളത്. ടു ബ്രിങ് ചേഞ്ച് ഇൻ പെയിൻഫുൾ സിറ്റുവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായി പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞത് ടു ഡെവലപ്പ് ദ കൺസ്ട്രക്റ്റീവ് ഫോഴ്സസ് ബോത്ത് വിത്തിൻ ആൻഡ് അറൗണ്ട് ദ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതോ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്നതോ ആയിട്ടുള്ള ഫോഴ്സസ്, കൺസ്ട്രക്റ്റീവായിട്ടുള്ള അയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ആക്കുന്ന ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായി പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവായി പറഞ്ഞത് ടു എൻഹാൻസ് ദ ഡെമോക്രാറ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ മാനുഷികപരമായിട്ടുള്ള സ്വഭാവം എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫ്രീഡ്ലാൻഡർ പറഞ്ഞ 3 ഒബ്ജക്റ്റീവ്സ്. ഗോർഡൻ ബ്രൗൺ പറഞ്ഞത് 4 ഒബ്ജക്റ്റീവാണ് സോഷ്യൽ വർക്കിന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട്, ആവശ്യമായിട്ടുള്ള ഫിസിക്കലും മെറ്റീരിയലും, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, പാർപ്പിടം മുതലായ സപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവായി പറഞ്ഞത്. രണ്ടാമത് ടു ഹെൽപ്പ് ഇൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സാമൂഹ്യപരമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുവാനായിട്ട്, മറ്റുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് വ്യക്തികളെ സഹായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ടു ഹെൽപ്പ് ഇൻ സോൾവിങ് ദ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവരുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായി ബ്രൗൺ പറഞ്ഞത്. നാലാമത്തെ ഒബ്ജക്റ്റീവായി ബ്രൗൺ പറഞ്ഞത് ടു മേക്ക് ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഇൻഡിവിജ്വൽ ഇൻ പ്രോബ്ലംസ് for raising their standard of living which can prevent problems from intruding. തൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, തൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാഹചര്യങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവായി ഗോർഡൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ വർക്കിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് മുതലായ കാര്യങ്ങളാണ് നോക്കിയത്. അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കിൻ്റെ സ്കോപ്പ് എന്താണ്, മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ ടു മോർ വീഡിയോസ്. താങ്ക് യു.